മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് സ്വാസിക. അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് സ്വാസിക. സിനിമകളിലൂടെയാണ് താരം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതെങ്കിലും സീരിയലുകളിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. സീത എന്ന പരമ്പരയിലൂടെയാണ് സ്വാസിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹം. ആഴ്ചകൾക്ക് മുൻപാണ് താൻ വിവാഹിതയായേക്കുമെന്ന് സ്വാസിക വെളിപ്പെടുത്തുന്നത്. പിന്നാലെ വിവാഹിതയായെന്നും അറിയിക്കുകയായിരുന്നു. വളരെ ആഘോഷമായി സിനിമ സീരിയൽ സുഹൃത്തുക്കൾ അണിനിരുന്ന വലിയ താരവിവാഹം നടത്തിയിരിക്കുകയാണ്. സ്വാസികയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നടിയുമായ മാൻവി സുരേന്ദ്രനും ചടങ്ങിൽ ശ്രദ്ധേയായി. സീത എന്ന ഹിറ്റ് സീരിയലിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലം മുതലേ സ്വാസികയും മാൻവിയും സുഹൃത്തുക്കളാണ്. വധൂവരന്മാർക്കൊപ്പമുള്ള വീഡിയോസും ചിത്രങ്ങളും മാൻവി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വാസികയുടെ ഓൺ സ്ക്രീനിലെ ഭർത്താക്കന്മാരെ കുറിച്ച് മാൻവി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ സ്വാസികയും ഭർത്താവ് പ്രേം ജേക്കബും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സീത സീരിയലിലെ സ്വാസികയുടെ ഭർത്താക്കന്മാരെ മാൻവി പരിചയപ്പെടുത്തിയത്. സ്വാസികയുടെ സീരിയൽ കരിയറിലെ ഏറ്റവും ഹിറ്റ് സീരിയലായിരുന്നു സീത. ആദ്യം ഏഷ്യാനെറ്റിലും പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലും സീത സംപ്രേഷണം ചെയ്തിരുന്നു. നടന്മാരായ ബിബിൻ ജോസും ഷാനവാസ് ഷാനുവുമാണ് സീരിയലിൽ സ്വാസികയുടെ ജോഡികളായി എത്തിയിരുന്നത്. ആദ്യം ബിബിൻ ജോസുമായിട്ടുള്ള കെമിസ്ട്രിയാണ് വർക്കായതെങ്കിൽ പിന്നീട് ഷാനവാസിന്റെ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തിനൊപ്പമുള്ള കെമിസ്ട്രിയും തരംഗമായി. എന്നാൽ നടിയുടെ വിവാഹത്തിനെത്തിയപ്പോൾ മുൻ ഭർത്താക്കന്മാരെന്ന നിലയിലാണ് മാൻവി ഇരുവരെയും പരിചയപ്പെടുത്തിയത്. ബിബിൻ ജോസിനെ ചൂണ്ടിക്കാട്ടി ഇത് സ്വാസികയുടെ ആദ്യ ഭർത്താവ്, ഷാനവാസ് ഷാനുവിനെ ചൂണ്ടിക്കാട്ടി ഇത് രണ്ടാമത്തെ ഭർത്താവ്, ഇത് ശരിക്കുള്ള ഭർത്താവ് പ്രേം ജേക്കബ് എന്നിങ്ങനെ കാണിച്ചുകൊണ്ടാണ് മാൻവി പറഞ്ഞത്. നടിയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. സീരിയലിലെ പൊരുത്തം കാരണം സ്വാസികയുടെ പേരിനൊപ്പം നടന്മാരുടെ പേരുകൾ ചേർത്തും ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നു. എന്നാൽ അവരൊക്കെ നേരത്തെ വിവാഹിതരായതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ബാച്ചിലറായ പ്രേമുമായി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നത്. താൻ ആഗ്രഹിച്ചതിന്റെ നേർ വിപരീതമായ സ്വഭാവമാണ് പ്രേമിൻ്റെതെന്നാണ് ഒരു ഇന്റർവ്യൂവിൽ സ്വാസിക പറഞ്ഞത്. അതേസമയം പരസ്പരം ബഹുമാനം കൊടുത്തുകൊണ്ടാണ് സ്വാസികയും പ്രേമും വിവാഹിതരായത്. പ്രേം സ്വാസികയ്ക്ക് പുടവ കൊടുത്തതിന് പിന്നാലെ സ്വാസിക ഭർത്താവിന്റെ കാൽ തൊട്ട് വന്ദിച്ചിരുന്നു. പിന്നാലെ പ്രേമും ഭാര്യയുടെ കാലിൽ തൊട്ട് വന്ദിച്ചു. ഇങ്ങനെ വേണം ഭർത്താക്കന്മാരായാൽ എന്നാണ് ആരാധകരും പറയുന്നത്. അത്യാവശ്യം റൊമാൻറ്റിക് റോളുകൾ ബോൾഡായി കൈകാര്യം ചെയ്താണ് സ്വാസിക ജനപ്രീതി നേടുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചതുരം എന്ന സിനിമയിലൂടെ നടിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിലെ നടിമാരിൽ അധികം ആരും ചെയ്യാൻ തയ്യാറാകാത്ത വേഷമായിരുന്നു സ്വാസിക അവതരിപ്പിച്ചത്. മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം. 2009 വൈഗെ എന്ന തമിഴ് ചിത്രത്തിൽ നായികയെ അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്ത് എത്തിയത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.